നമസ്കാരം. ആത്മഹത്യ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതായി പറയപ്പെടുന്ന അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. CJ റോയ് എന്ന ബിൽഡർ എന്ന കച്ചവടക്കാരൻ ഒരിക്കലും ഒരു പുണ്യാളനൊന്നുമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായി. കൃത്യമായ തെളിവുകളും നിരീക്ഷണങ്ങളും സഹിതം ബോധ്യമായി. ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന ഒരു സ്ഥാപനത്തെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ അടിവേര് മാന്തിക്കൊണ്ടാണ് ഈ ഒരു ഓട്ടം നടത്തിയത്. ചില കാര്യങ്ങളിൽ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ഈ റോയ്ക്ക് ചില കാര്യങ്ങളിലൊക്കെ തന്നെ നേട്ടമുണ്ടായി. ഈ പറയുന്ന പോലെ 9,000 കോടി രൂപയുടെ ആസ്തിയൊന്നും ഇദ്ദേഹത്തിനില്ല. ഉണ്ടായിരുന്ന ആസ്തിയൊക്കെ തന്നെ റോൾസ് റോയ്സ് കാർ വാങ്ങി, സ്വകാര്യ ജെറ്റ് വാങ്ങിയും ഒക്കെ തന്നെ ആഡംബരം കാണിച്ചും ഫ്ളാറ്റുകൾ വെറുതെ കൊടുത്തും ഒക്കെ തന്നെ ഈ സമ്മാനങ്ങൾ കൊടുത്തും ഒക്കെ തന്നെ തീർത്തു എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് എറിഞ്ഞപ്പോൾ എല്ലാ വാങ്ങിയിലും കൊണ്ടു എന്നത് അദ്ദേഹത്തിന്റെ ഭാഗ്യം തന്നെയാണ്. പിന്നെ കല്ലുകളിൽ ഒക്കെ കൃത്രിമം നടത്തി എറിഞ്ഞതുകൊണ്ട് അത് കൃത്യമായി കൊള്ളുകയും ചെയ്തു. നിരവധി ആളുകളെ ഇദ്ദേഹം പറ്റിച്ചതായിട്ടും പലരുടെയും ബിസിനസ് സ്വപ്നങ്ങൾ തകർത്തതായിട്ടും പലരെയും കുതികാൽ വെട്ടിയതായിട്ടും ഒക്കെയുള്ള ചില സൂചനകൾ കൂടി വന്നു. ഇദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇത് ED കൊന്നതാണ്. ശരിക്കും ED റെയ്ഡ് പോലുമല്ല അവിടെ നടന്നത്, ഇൻകം ടാക്സ് റെയ്ഡാണ്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന, തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. KJ ഷൈൻ എന്നാണ് അവരുടെ പേര്. ഷൈൻ ടീച്ചർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. നമ്മളെ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ടീച്ചർ എന്ന് വിളിക്കുന്നില്ല. ശ്രീമതി KJ ഷൈൻ ആണ് ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ റോയ്ക്ക് അനുകൂലമായിട്ടും ഇത് കേന്ദ്ര സർക്കാർ ഇദ്ദേഹത്തെ കൊന്നതാണ്, ഇത് കൊലപാതകമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നത്. അതിനുശേഷമാണ് 2 ദിവസത്തിന് ശേഷമാണ് 9 പേജുള്ള ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് വന്നത്. വിദേശ രാജ്യങ്ങളിലടക്കം ബിസിനസ്സുകളിൽ വലിയ പരാജയമുണ്ടായി, നഷ്ടമുണ്ടായി. അതായത് ചെട്ടിയെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും എന്ന ഒരു ചൊല്ലുണ്ട്. പലയിടങ്ങളിലും പലതാണ് അതിൽ പറയുന്നത് കേട്ടോ. എന്തായാലും കർമ്മമാണ്. ഒരാൾ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിന്റെ ഫലം തീർച്ചയായിട്ടും അനുഭവിച്ചേ പറ്റൂ, അല്ലെങ്കിൽ വരും തലമുറ അനുഭവിക്കും. നമ്മൾ ദൈവവിശ്വാസത്തെക്കുറിച്ചും ഭാഗ്യ നിർഭാഗ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്, ചെയ്തിട്ടുമുണ്ട്. പക്ഷേ കർമ്മം എന്ന് പറയുന്നത് അതൊരു പ്രകൃതി നിയമമാണ്, ഒരു നാച്ചുറൽ ലോയാണ്. അതുപോലെ തന്നെ ശാസ്ത്രീയമായും കർമ്മം എന്ന് പറയുന്നത് ടു എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന 3ാം ചലന നിയമം ന്യൂട്ടന്റെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചും മോശമായി ചിത്രീകരിച്ചു. ഇൻകം ടാക്സിന് ഇപ്പൊ പരിശോധനകൾ നടത്താതിരിക്കാൻ പറ്റുമോ? ഇൻകം ടാക്സ് ചോദിച്ച കൈക്കൂലി കൊടുത്തില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. കൊച്ചു പിള്ളേരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്ന പോലെ ഭീഷണിപ്പെടുത്തി, ഉടൻ തന്നെ അകത്ത് കയറി വെടിവെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കൈക്കൂലി ചോദിച്ചത് കൊടുത്തില്ല. ഇൻകം ടാക്സുകാർ കൈക്കൂലി വാങ്ങാൻ നടക്കുന്നവരാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ, ധനമന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, വരുമാന നികുതി വിഭാഗം. അതിനൊക്കെ അതിൻ്റെതായ പ്രോട്ടോകോൾ ഉണ്ട്. എന്തിനേയും ഇപ്പം നിങ്ങളുടെ CPM ഭരിക്കുന്ന സർക്കാരുകൾ കാണിക്കുന്നത് പോലെയാണ് എല്ലാവരും കാണിക്കുന്നത് എന്ന തെറ്റായ ധാരണയോ അല്ലെങ്കിൽ അത് മോശമാക്കി കാണിക്കാനോ CJ റോയുടെ മരണകാരണം BJP സർക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായിട്ട് ഇപ്പോഴും നടക്കുകയാണ്. അപ്പം ഇതൊക്കെ തന്നെ വ്യക്തമായി തെളിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഇത് നടത്തുന്നത് ഒരു അജണ്ടയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായ കാര്യങ്ങൾ സകല മാധ്യമങ്ങളിലും വന്നു, ഓൺലൈൻ മാധ്യമങ്ങളിലും അല്ലാത്തടത്തും ഒക്കെ വന്നു, കൃത്യമായിട്ട് വന്നു. കർണാടക CID ഇത് അന്വേഷിക്കുന്നുണ്ട്, അവർക്കും ഇത് ആത്മഹത്യയാണ് എന്ന് ബോധ്യമായിട്ടുണ്ട്. എങ്കിലും കൃത്യമായ അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഇത് BJP സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള ഒരു ഗൂഢ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഇപ്പോഴും തുടരുന്നത്. നിങ്ങളോട് ചോദിക്കുന്നു, ഇത്തരത്തിൽ ഇത് എഴുതി പടച്ച് വിടുന്നവരോട് അതാരായാലും ചോദിക്കുന്നു, നിങ്ങൾക്ക് നാണമില്ലേ, മാനമില്ലേ? നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പും ഒന്നുമില്ലാത്തവരായി നിങ്ങൾ മാറി. CJ റോയ് അത്ര പുണ്യാളനൊന്നുമല്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വാർത്താ വിശകലനം അവസാനിപ്പിക്കാം. ഇതിന്റെ വിശദാംശങ്ങൾ, അതായത് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ കിട്ടിയ ശേഷം നമുക്ക് പരിശോധിക്കാം. എന്തായാലും അദ്ദേഹം നേരായ വഴിയിലൂടെ അല്ല പണമുണ്ടാക്കിയത് എന്നത് വ്യക്തമായി കഴിഞ്ഞു.